നമ്മളിന്ന് വേറൊരു വീഡിയോയുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു മനോജ് കണ്ടത്തിൽ. അദ്ദേഹത്തിന്റെ കോഴിഫാമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ കാപ്പിത്തോട്ടമാണ് പരിചയപ്പെടുന്നത്. കോഴിവളം ഇട്ട് വളർത്തിയിട്ടുള്ള കാപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഈ കാണുന്ന മുഴുവനും മനോജിന്റെ കാപ്പിത്തോട്ടമാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും മനോജ് കാപ്പി? ഇതൊരു 30-40 വർഷം പഴക്കമുള്ള കാപ്പി. വലിയ കാപ്പിയാണ്. 40 വർഷം പഴക്കമുള്ള. മനോജ്, ഇപ്പൊ ഈ കാപ്പിയില് ഒരേക്കർ നമുക്ക് എത്ര കാപ്പി കിട്ടും? 25 ക്വിന്റൽ കിട്ടുന്നുണ്ട് ഒരു വർഷം അല്ലേ? എല്ലാം ഏതാണ്ട് ശരാശരി വിളവ് തന്നെയാണ് എല്ലാ വർഷം ഉണ്ടാകുന്നത്. ഏറ്റക്കുറച്ചുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരു വർഷം കുറച്ച് കൂടാം, ചിലപ്പോൾ കുറച്ച് അങ്ങനെ ഉണ്ടാവും. ഏതായാലും 25 ക്വിന്റൽ ശരാശരി അതെന്ന് പറയാം അല്ലേ? ഓഹോ. ഈ കാപ്പി എങ്ങനെയാ മനോജ്? ഇത് ഉണ്ട കാപ്പിയാണോ അതോ പരിപ്പാണോ പറയുന്നത്? ഉണ്ട കാപ്പിയാണ്. എന്താണ്, എത്ര രൂപ വില കിട്ടും നമുക്ക് ഒരു കിലോ കാപ്പി? ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 230 രൂപയാണ് ഇന്നത്തെ വില. 230 രൂപ കിട്ടിയാൽ നമുക്ക് മുതലാവും. ഇത് ലാഭമാണ്. കാപ്പി ലാഭമാണ്. ഒരു 100 രൂപ കിട്ടിയാൽ നമുക്ക് കാപ്പി കൃഷി ലാഭമാണ്. 100 രൂപ കിട്ടിയാൽ ലാഭമാണ്. അപ്പൊ നല്ല ഒരു ഇതിനകത്ത് കിട്ടുന്ന നല്ല വരുമാനമുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയാണ്. താഴെ സ്പ്രിംഗ്ലർ കാണുന്നില്ല. സ്പ്രിംഗ്ലർ വെച്ചാൽ നനയ്ക്കുന്നത്? മൊത്തം സ്പ്രിംഗ്ലർ വെച്ചാണ് നനയ്ക്കുന്നത്. ഓ ശരി. അപ്പൊ എത്ര ദിവസം നനയ്ക്കേണ്ടി വരും നമ്മൾ? ഈ പിന്നെ നമ്മള് കാപ്പി ആദ്യത്തെ ഒരു നന പറഞ്ഞ ജനുവരി മാസത്തില് കൊടുക്കും. ജനുവരി അവസാനം, അതായത് കുംഭമാസത്തില് വേനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ കുംഭമാസത്തില് കാപ്പി പറിച്ച് കഴിഞ്ഞ് കവാത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുംഭമാസത്തിൽ നന കൊടുക്കും. അത് ആദ്യത്തെ ഒരു നനയും കൊടുത്താൽ 8 ദിവസം കൊണ്ട് കാപ്പി പൂത്ത് വിരിയും. എന്ത് വളമാണ് മനോജ് ശരിക്കും സാധാരണ ചെയ്തിട്ടുണ്ട്? കോഴിവളം ആദ്യം ഇട്ട് കൊടുക്കും. കോഴിവളം. പിന്നെ രാസവളം കുറച്ച് ഇട്ട് കൊടുക്കും. അത് മതി, വേറൊന്നും വേണ്ട, വേറെ ആവശ്യമില്ല. പിന്നെ കീട രോഗബാധയ്ക്ക് വല്ല മരുന്ന് അടിക്കാറുണ്ടോ? രോഗബാധയ്ക്ക് ഇതുവരെയായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല. പിന്നെ ഈ തണ്ടുതെരപ്പെന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിന് കോഫി ബോർഡിന്റെ അവിടെ ഒരു കെണി തരും. ഒരു മരുന്ന് വെച്ച് അതൊക്കെ തൂക്കിയിട്ട് കൊടുക്കും. അത് കെട്ടി തൂക്കിയിട്ടാവില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് വേറെ അസുഖങ്ങളൊന്നും ബാധിക്കാറില്ല. അങ്ങനെ മറ്റുള്ള മരുന്നുകളൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി. ഇത് മാത്രം ചെയ്യും. ഈ വളപ്രയോഗം ചെയ്യും, അതുപോലെ നനച്ചു കൊടുക്കും. പിന്നെ ഈ തണ്ടുതെരപ്പന്റെ ആക്രമണത്തിന് കോഫി ബോർഡ് തരുന്ന കെണി അതാണ് ഉപയോഗിക്കുന്നത്. വേറൊന്നുമില്ല, മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ല അല്ലേ? ഓക്കെ. കവാത്ത് ചെയ്യണം. എല്ലാ വർഷവും 2 പ്രാവശ്യം. 2 പ്രാവശ്യം കവാത്ത് ചെയ്യണം. 3 പ്രാവശ്യം ചെയ്യുന്നു. കവാത്ത് ചെയ്യണം. ഇങ്ങനെയാണ് കാപ്പി 3 പ്രാവശ്യം കവാത്ത് ചെയ്യുന്നത്. ഇങ്ങനെ കാപ്പി ഇങ്ങനെ ആരോഗ്യമായിട്ട് നിൽക്കുള്ളൂ അല്ലേ? അവന് അധികമായിട്ട് വരുന്ന കമ്പുകളൊക്കെ മുറിച്ചു ആവശ്യമില്ലാത്ത ആ പുതിയ കമ്പുകൾ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനോജ്, ഇവിടെ കുളം കാണുന്നുണ്ട്. ഇതെന്തിനാ? പിന്നെ നമ്മള് കാപ്പി നനയ്ക്കാൻ വേണ്ടിയില്ല. ഇതിനാണ് കാപ്പി നനയ്ക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്നത്. ഓക്കെ. ഇത് എത്ര താഴ്ച ഉണ്ട് ഇതിന്? ഇത് ഒരു 6 അടി താഴ്ച. താഴോട്ട് 6 അടി ഉണ്ട്. ഓ, ഇതിലൊരു മീനിനെ കാണുന്നില്ല. മീൻ ഉണ്ടോ? വെറുതെ കുളമുള്ള കാരണം മീനിനെ ഇട്ട്. ഇതിൽ മീനിട്ടുണ്ട്. എന്ത് മീനായിട്ടുള്ളത് ഇതിനകത്ത്? ഇതിൽ കോഴിക്കാർപ്പാണ് ഇട്ടേക്കുന്നത്. കോഴിക്കാർപ്പ് അലങ്കാര മത്സ്യം. ഒരു അലങ്കാര മത്സ്യമാണ്. അത് ദിനം വരുന്നല്ലേ? കഴിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഷോയ്ക്ക് വേണ്ടി അക്വേറിയത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി. ഓ, അക്വേറിയത്തിൽ കൊടുക്കുന്ന ഷോയ്ക്കുള്ള മത്സ്യങ്ങളാണ് അല്ലേ? അത് ശരി. ഇത് ഭക്ഷ്യയോഗ്യമല്ല. അത് ശരി. ഇത് ആരാണ് ഇതിന്റെ വിപണന സാധ്യത എങ്ങനെയാ? ഇത് അവര് തന്നെ അക്വേറിയക്കാർ വന്ന് എടുത്തു പോക്കുള്ളൂ. ഓ, അക്വേറിയം നടത്തുന്ന ആളുകൾ അവര് വന്നിട്ട് സാധനം എടുത്തിട്ട് പോകും. എത്ര മാസം കഴിയണം ഇതിന് വിൽക്കണമെങ്കിൽ? ഇതൊരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേനും പിടിച്ചു വെക്കും. 8 മാസം ആകുമ്പോഴാണ് പിടിച്ചു വെക്കുന്നത് അല്ലെ? 8 മാസം വരെ ഇത് ഇവിടെ ഉണ്ടാവും. അപ്പൊ എത്ര വളർച്ച എത്തും 8 മാസം ആകുമ്പോൾ? ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് 8 മാസമൊക്കെ ആകുമ്പോഴത്തേനും അയല, വലിയൊരു അയലന്റെ ഒക്കെ വലിപ്പം വരും. 1/2 കിലോ ഒക്കെ ഉണ്ടാവുമോ? 1/2 കിലോ ഒക്കെ ഉണ്ടാവും. 1/2 കിലോ വെയിറ്റ് വരും 8 മാസം കൊണ്ട്. ഇത് എന്ത് തീറ്റ കൊടുക്കുന്നത് നിങ്ങള്? ഇത് മീനിന് തന്നെയുള്ള തീറ്റ. മീൻ തീറ്റ കൊടുക്കും. ആ തീറ്റ എത്ര കുഞ്ഞിന് ഇടാൻ പറ്റും ഈ കുളത്തില്? ഇതിലിപ്പോ 150 എണ്ണം ഇട്ടേക്കുന്നത്. 150 ഇട്ടുണ്ട്. ഇപ്പൊ ശരി. 150 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇത് പെരുകൂല, ഇങ്ങനെ വളർന്നു വരില്ല. ഇല്ല, പെരുകൂല. ഈ ഇട്ട കുഞ്ഞുങ്ങൾ നമ്മൾ എല്ലാ പ്രാവശ്യവും കുഞ്ഞുങ്ങളെ കൊണ്ടിടണം എന്നെങ്കിൽ മാത്രമേ ഇത് റെഡിയാവുള്ളൂ. ഓ ശരി, അങ്ങനെ ഉണ്ടല്ലേ. ഇതിപ്പോ എന്താ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഫിൽറ്റർ ചെയ്ത് വരുന്നതാണ് വെള്ളം. എവിടുന്ന്? ഇതിൽ നിന്ന് തന്നെ വെള്ളം അടിച്ച് ആയിട്ട് അത് ഫിൽറ്റർ ആയിട്ട് തിരിച്ച് മോട്ടോർ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം കൊണ്ട് വന്നിരിക്കും. ഈ വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും ഫിൽറ്റർ ചെയ്ത് വീണ്ടും ഇതിലേക്ക്. അപ്പൊ കാപ്പി നനയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ അടിയിൽ തുറന്നു വിടാം. അപ്പൊ മീനുണ്ടാവും. അതിനൊരു നിശ്ചിത അളവില് വെള്ളം നിലനിർത്തും. നിർത്തിയിട്ട് നെറ്റ് ഫുള്ളായിട്ട് നിറച്ചിടും വെള്ളം. വന്നോണ്ടിരിക്കും വെള്ളം. ബോർവെല്ലിൽ നിന്ന് അടിച്ച് നിറച്ചിടും. എപ്പോഴും നിറച്ചോണ്ടിരിക്കും. കാപ്പി നനച്ചോണ്ടിരിക്കും. ഓക്കെ.
കാപ്പി നനയ്ക്കുന്നത് എങ്ങനെ സ്പ്രിംഗ്ലർ വെച്ചിട്ടാണോ? സ്പ്രിംഗ്ലർ വെച്ചിട്ട്. വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കാപ്പി